കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തായിരുന്നു നോക്കിയത്? നമ്മളൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതിനകത്ത് ആപ്പെല്ലാം ക്രിയേറ്റ് ചെയ്തു. നമ്മളത് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഫോൾഡർ കമാൻഡ് പ്രോംപ്റ്റ് വഴി ഓപ്പൺ ചെയ്ത് അതിൽ നിന്നായിരുന്നു വിഷ്വൽ സ്റ്റുഡിയോയിലോട്ട് നമ്മൾ റീഡയറക്റ്റ് ചെയ്തത്. ഇതിപ്പോൾ നമ്മൾ ഡയറക്റ്റ് എങ്ങനെയാണ് വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മളുടെ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഓപ്പൺ ഫോൾഡർ കൊടുക്കുക. ഓപ്പൺ ഫോൾഡറിൽ നമ്മൾ എവിടെയാണോ ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ആ ഒരു ഡയറക്ടറി എടുക്കുക. നമ്മളിപ്പം പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മളൊരു ഡോട്ട് കൊടുക്കാത്തതുകൊണ്ട് അതിന് ഡിഫോൾട്ടായിട്ടൊരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതായിരുന്നു ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫോൾഡർ. അതിൽ കയറുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആപ്പും നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോജക്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വെച്ചിട്ട് വേണം സെലക്ട് ഫോൾഡർ കൊടുക്കാനായിട്ട്. ഇപ്പോഴെന്താ നമ്മളുടെ ഒരു വിഷ്വൽ സ്റ്റുഡിയോയിൽ നമ്മൾ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പ്രോജക്റ്റൊക്കെ നമുക്ക് കിട്ടി. ഇപ്പം നമ്മൾ അതിനകത്ത് ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആപ്പിനകത്ത് ടെംപ്ലേറ്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു. ടെംപ്ലേറ്റ്സ് നമ്മൾ 2 ടൈപ്പിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് റെസ്പോൺസ് ഒന്ന് ടെംപ്ലേറ്റ് കൊടുത്തിട്ട് HTML പേജ് കൊടുത്തിട്ട് നമുക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന വെബ് പേജ് നമുക്ക് റിട്ടേൺ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അത് റെൻഡർ ചെയ്തിട്ടായിരുന്നു നമ്മൾ ചെയ്തെടുത്തത്. പിന്നൊന്ന് നമ്മൾ ഡയറക്റ്റ് HTTP റെസ്പോൺസ് ആയിരുന്നു ചെയ്തത്. ഒരു സ്ട്രിങ് നമ്മൾ കൊടുത്തിട്ട് എങ്ങനെയാണ് നമുക്ക് റിട്ടേൺ ചെയ്യുന്നത് അത് നമ്മൾ HTML പേജൊന്നും കൊടുക്കാതെ ഡയറക്റ്റ് ഒരു URL പാത്ത് കൊടുത്തതിന് ശേഷം വ്യൂസിൽ നമ്മൾ റിട്ടേൺ ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത്. ആ റെസ്പോൺസ് മാത്രമാണ് റിട്ടേൺ ചെയ്തത്. ഇത് ജസ്റ്റ് ഒരു സ്ട്രിങ് ആണ് നമ്മൾ റിട്ടേൺ ചെയ്തെടുത്തത്. ഇതേപോലെ നമുക്ക് HTML കമാൻഡും റിട്ടേൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനായിട്ട് ജസ്റ്റ് നമുക്ക് ഡബിൾ കോട്ട്സിൽ തന്നെ ഏത് ടാഗാണോ, ഇപ്പോൾ H1 ടാഗ് ആണെങ്കിൽ H1 ടാഗിൽ ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടാഗും അവിടെ വർക്കാകും. ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് നോക്കുന്നത് എങ്ങനെയായിരുന്നു? പൈത്തൺ manage.py റൺ സെർവർ. നമ്മൾ കോഡ് കറക്റ്റാണ് കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എററൊന്നും കിട്ടാതെ നമുക്ക് ലിങ്ക് കിട്ടും. അതാണ്ട് നമ്മളുടെ ആ കൊടുത്തിരിക്കുന്ന HTTP റെസ്പോൺസ് നമുക്കിപ്പോൾ ടാഗിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് ആ ഒരു ടാഗിലാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇപ്പോൾ നമ്മൾ ടാഗ് മാറ്റി കൊടുത്തു. ഒരു P ടാഗാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ റിഫ്രഷ് ചെയ്ത് നോക്കുമ്പം P ടാഗിൻ്റെ ഔട്ട്പുട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇതേപോലെ നമുക്ക് ഡയറക്റ്റ് HTTP റെസ്പോൺസും നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ എന്തായിരുന്നു ചെയ്തത്? URLസിൽ നമുക്ക് ഡയറക്റ്റ് ഒരു പേജ് റൺ ചെയ്യുമ്പോൾ കിട്ടാനായിട്ട് അതിൽ ഫസ്റ്റ് പാരാമീറ്റർ എംപ്റ്റി ആക്കി കൊടുക്കും. ബാക്കി എല്ലാ പേജസിൻ്റെ URLന് നമ്മളൊരു നെയിം കൊടുക്കും. ഇനി നമുക്ക് വേറൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നോക്കാം. ടെംപ്ലേറ്റ്സിൽ ഇപ്പോൾ ഞാനൊരു ലോഗിൻ പേജാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ login.html എന്ന് കൊടുക്കുന്നു. ഇവിടെ ജസ്റ്റ് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഫോമിന് ഞാൻ ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമേ ഇപ്പം ഡെമോ ആയിട്ട് സെറ്റ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഡേറ്റാസ് സേവ് ചെയ്യേണ്ട കണ്ടീഷനിലാണെങ്കിൽ ബട്ടൺ കൊടുക്കുമ്പോൾ ടൈപ്പ് സബ്മിറ്റ് കൊടുക്കണം. അല്ലാതെ ജസ്റ്റ് ഒരു ഡെമോ ബട്ടൺ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കൊരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജിൽ പോയാൽ മതിയെങ്കിൽ ടൈപ്പ് ബട്ടൺ എന്ന് കൊടുത്താൽ മതി. സേവ് ചെയ്യുന്ന കണ്ടീഷനിൽ ടൈപ്പ് സബ്മിറ്റ് എന്ന് തന്നെ കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മളൊരു HTML പേജ് ലോഗിൻ പേജ് ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് ഒരു ബട്ടൺ മാത്രമേ വെച്ചോളൂ. ഇനി ഇതിന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടണം. ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് ലോഗിൻ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് മാറ്റിയിട്ട് രജിസ്ട്രേഷൻ പേജ് ആക്കാം. രജിസ്ട്രേഷനിൽ നമ്മളൊരു URL ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് URLന് ഇന്ന ഒരു ഓർഡർ വേണമെന്നൊന്നുമില്ല. നമുക്കവിടെ ചെക്ക് ചെയ്യും. ഓരോ HTML പേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് URL ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ വ്യൂസിലോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു ഇന്ന ഓർഡറിൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല. ഇപ്പം നമുക്ക് ഫസ്റ്റ് വരേണ്ട പേജ് രജിസ്ട്രേഷൻ പേജ് അല്ല എന്നുള്ള കണ്ടീഷൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ പേര് കൊടുക്കുക. രണ്ടാമത് ഫംഗ്ഷൻ കോൾ ചെയ്യുക. മൂന്നാമത് നമ്മളൊരു ഡെമോ നെയിമും കൊടുക്കും. ഇപ്പോൾ നമ്മൾ ഇതിന് ഡെഫിനിഷൻ എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് അവിടെ വൈറ്റ് കളറിൽ വന്നേക്കുന്നത്. നമ്മൾ കറക്റ്റ് നെയിമിൽ തന്നെയാണ് ഡെഫിനിഷനും എഴുതിയിരിക്കുന്നതെങ്കിൽ കോളിൽ യെല്ലോ കളറിൽ വരും, വ്യൂസിനകത്തും യെല്ലോ കളർ വരും. അപ്പോൾ നമ്മളിപ്പം ചെയ്ത ഫംഗ്ഷൻ കോളിന് ഡെഫിനിഷൻ എഴുതുവാണ്.
നമുക്ക് എങ്ങനെയാണ് റെസ്പോൺസ് വരേണ്ടത്? നമുക്ക് ആ ഒരു HTML പേജാണ് വരേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെൻഡർ ചെയ്യാണ് ചെയ്യുന്നത്. റിട്ടേൺ റെൻഡർ ഓഫ് റിക്വസ്റ്റ് കോമ ഏത് പേജാണ് നമുക്ക് വരണ്ടേ? register.html എന്ന് പറഞ്ഞ പേജാണ് നമുക്ക് വരേണ്ടത്. നമുക്ക് ലിങ്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് അവിടെ കോഡിൽ കൊടുത്തിരുന്നത്? URL ഫസ്റ്റ് വരേണ്ടത് നമ്മൾ ആദ്യം കൊടുത്ത HTTP റെസ്പോൺസ് ആയിരുന്നു. പിന്നെ നമുക്ക് ഹോമും രജിസ്റ്ററും നമ്മളിപ്പോൾ കണക്ഷൻ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പേജിൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു പേജിലോട്ട് പോകണമെന്നുള്ള കണക്ഷൻ ഒന്നും കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് ഈ ഒരു ഫസ്റ്റ് കൊടുത്തേക്കുന്ന പാരാമീറ്റർ, സിംഗിൾ കോഴ്സിൽ കൊടുത്തേക്കുന്ന പാരാമീറ്റർ നെയിം, അത് URL നെയിമാണ്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ബട്ടൺ, ഇപ്പോൾ നമ്മൾ എ ടാഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എ ടാഗിൽ ഇപ്പോൾ ആ ഒരു HTML പേജിൻ്റെ പേരായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. home.html hrefൽ റെഫറൻസ് കൊടുക്കുന്ന ആ ഒരു HTML പേജ് ആയിരിക്കും. പക്ഷേ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ കൊടുത്തേക്കുന്ന URL നെയിം വിളിച്ചാൽ മതി, അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള HTML പേജിലോട്ട് പോകും. ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മളുടെ URL പാത്തിൽ. ഇപ്പോൾ നമ്മൾ ഹോമാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ഹോമായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. അല്ലാതിപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പേജാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ REG എന്ന് കൊടുക്കുക. REG എന്ന് കൊടുത്തേക്കുന്നത് എന്താണ്? ഇവിടുത്തെ ഈ URL നെയിമാണ് ഫസ്റ്റ് പാരാമീറ്റർ. അപ്പോൾ നിങ്ങൾ കൊടുത്തേക്കുന്ന ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്തായിരുന്നു, നമ്മൾ കൊടുക്കുന്ന HTML പേജിന് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ URL നെയിം കൊടുക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് നമ്മളെ പ്രൊജക്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ അത് കണ്ടുപിടിക്കുക, എറേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ ഈസി ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് തന്നെ വ്യൂസും പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പേജിൻ്റെ ഇപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഒരു നോർമൽ ഒരു സൈറ്റിൽ ഫസ്റ്റ് എന്തായിരിക്കും നമുക്ക് വേണ്ടത്? രജിസ്ട്രേഷൻ പേജ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടത് റൺ ചെയ്യുമ്പം. അതിനുശേഷമല്ലേ ലോഗിൻ പേജും ഹോം പേജും വരേണ്ടത്. അല്ലെങ്കിൽ ലോഗിൻ പേജ് ആയിരിക്കും വരുന്നത്. ലോഗിൻ പേജിൽ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഒരാൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലോഗിൻ ചെയ്ത് പോവുക, അല്ലാത്ത കണ്ടീഷൻ ആണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് പോവാം. അപ്പം ലോഗിനോ രജിസ്റ്ററോ ഏത് വേണമെങ്കിലും നമ്മളൊരു വെബ്സൈറ്റിൽ ഫസ്റ്റ് പേജായിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഹോം പേജും കൊടുക്കാം. ഹോം പേജ് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒരു പേജായാലും ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കയറുന്ന കണ്ടീഷനും കൊടുക്കാം. നിങ്ങളുടെ പ്രോജക്റ്റ് എന്താണോ അതിൻ്റെ ബേസിക്കിൽ നമ്മളുടെ URL ഫസ്റ്റ് ഔട്ട്പുട്ട് ഏത് പേജാണോ വേണ്ടതെന്നുള്ളതും ആ ഒരു കണ്ടീഷൻ അനുസരിച്ച് ചേഞ്ച് ആവും. ഇപ്പം ഞാൻ രജിസ്ട്രേഷൻ പേജ് ഫസ്റ്റ് വരണം എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുത്തു. അപ്പോൾ പിന്നെ നമുക്കിവിടെ സ്ലാഷ് ഇട്ട് URL നെയിം വിളിക്കേണ്ട ആവശ്യമില്ല. റീഫ്രഷ് ചെയ്യുക. നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പം എന്താ, നമ്മളൊരു ടെംപ്ലേറ്റ്സ് കൊടുത്തു. ഒരു HTML പേജിൽ ടെംപ്ലേറ്റ്സ് മാത്രമല്ലല്ലോ, ഇമേജസ് ഉണ്ടാകാം, ബൂട്ട്സ്ട്രാപ്പ് അപ്ലൈ ചെയ്യും, ജാവാസ്ക്രിപ്റ്റ് അപ്ലൈ ചെയ്യും, CSS അപ്ലൈ ചെയ്യും. പക്ഷേ ഇതൊക്കെ നമുക്ക് എക്സ്റ്റേണൽ, ഇപ്പോൾ ഒരു വലിയ പ്രൊജക്റ്റാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇൻലൈനായിട്ടോ ഇൻറ്റേർണലായിട്ടോ നമ്മൾ CSS ഒന്നും കൊടുക്കില്ല. കാരണം ഇൻലൈനായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോഡ് തന്നെ ഒരു കാണുമ്പോഴത്തേക്ക് തന്നെ ആർക്കും ആ ഒരു എറർ കിട്ടിയാൽ കണ്ടുപിടിക്കാൻ പാടായിരിക്കും. ഇൻറ്റേർണലായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, ഒരു പേജിൽ തന്നെ ആ ഒരു കോഡിൻ്റെ എണ്ണം ഒരുപാട് കൂടുതലായിരിക്കും. HTML പേജിൻ്റെ കോഡും ഉണ്ടാവും, അതിനകത്ത് നമ്മൾ ഇൻറ്റേർണലായിട്ട് കൊടുക്കുന്ന CSS പേജിൻ്റെ ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്റ്റേണലായിട്ട് CSS ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ്റ്റേണലായിട്ട് CSS, ഇമേജസ്, ബൂട്ട്സ്ട്രാപ്പ് ഒക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്റ്റിൽ വേറൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് HTML പേജസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അത് ആപ്പിനകത്താണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതേപോലെ ആപ്പിനകത്ത് വേറൊരു ഫോൾഡർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ട്. ഈ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡറിലായിരിക്കണം നമ്മളുടെ ഇമേജസും CSSഉം എല്ലാം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ സബ് ഫോൾഡേഴ്സ് ഉണ്ടാക്കണം. ഇപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ മെയിൻ ഫോൾഡർ, അതിനകത്ത് ഇമേജസിനായിട്ടൊരു ഫോൾഡറും CSSനായിട്ടൊരു ഫോൾഡർ, ബൂട്ട്സ്ട്രാപ്പിനായിട്ടൊരു ഫോൾഡർ, ഈ ഓരോ സബ് ഫോൾഡേഴ്സിൻ്റെ അകത്ത് വേണം ഓരോ ഫയലുകളും നമ്മൾ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എന്താണ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് സബ് ഫോൾഡേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. സബ് ഫോൾഡേഴ്സ് ഈ സ്റ്റാറ്റിക് സെലക്ട് ചെയ്തിട്ട് സബ് ഫോൾഡേഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ആണെങ്കിൽ ബൂട്ട്സ്ട്രാപ്പ്, CSS ആണെങ്കിൽ CSS. എന്താണ് ഇപ്പം ഈ ഒരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡറിലുള്ള സബ് ഫോൾഡേഴ്സാണ് ബൂട്ട്സ്ട്രാപ്പ്, CSS, ഇമേജസ്. ഇതിനകത്ത് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ബാക്കി ഫയൽസ് എല്ലാം കൊണ്ടുവന്ന് കൊടുത്തിട്ട് അത് ഏത് കറസ്പോണ്ടിങ് HTML പേജിലാണോ വേണ്ടത് ആ പേജിൽ നമ്മൾ കണക്റ്റ് ചെയ്യുകയാണ്
പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നമ്മളൊരു ഇമേജാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് ഇപ്പം എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? നമ്മളിപ്പോൾ കൊടുക്കാനായിട്ട് എന്താ, ഇപ്പം ഞാനൊരു നെറ്റിൽ നിന്നൊരു ഇമേജ് എടുക്കുകയെന്ന് വെച്ചു. ഇപ്പം ഞാൻ നേച്ചറിൻ്റെ ഒരു ഇമേജസ് എടുക്കുക. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്കിപ്പം എവിടെയാണോ നിങ്ങളുടെ ലാപ്പിലുണ്ടെങ്കിൽ അത് എടുത്ത് ഇടുകയും ചെയ്യാം. ഇപ്പം ഞാനൊരു ഇമേജ് എടുക്കുന്നു. ഇമേജ് സേവ് ചെയ്യുവാണ്. സേവ് ചെയ്യുന്നത് നമ്മളുടെ പ്രോജക്റ്റിൽ ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡറിനകത്ത് ഇമേജസിനകത്തായിരിക്കും നമ്മൾ ആ ഒരെണ്ണം സെലക്ട് ചെയ്ത് സേവ് ചെയ്യുന്നത്. ഇപ്പം നേച്ചറിന് ഞാൻ എന്ന് പറഞ്ഞ് JPG ഇമേജ് ഡൗൺലോഡ് ചെയ്തെടുത്തു. ഇപ്പം നമ്മളുടെ ഫോൾഡറിൽ കണ്ടോ, ഇമേജസ് എന്ന് പറഞ്ഞാൽ സബ് ഫോൾഡറിനകത്ത് അങ്ങനൊരു ഇമേജ് ഉണ്ട്. ഇപ്പം ഈ ഒരു ഇമേജ് ഞാനിപ്പം ഹോം പേജിൽ കൊണ്ടുവരുവാന്ന് വെച്ചോ. അപ്പോൾ ഹോം പേജിൽ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്, IMG ടാഗ് കൊടുക്കും അല്ലേ. IMG ടാഗ് കൊടുത്തിട്ട് ഇപ്പം നമ്മളുടെ ഫോൾഡറിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ n.jpg എന്നും പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. നമുക്കിപ്പം ഇമേജ് ലോഡാവാത്ത കണ്ടീഷനിൽ ഒരു ഓൾട്ടർനേറ്റീവ് നെയിമും പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഇപ്പം ഇങ്ങനെയാണ് നമ്മൾ നോർമൽ ഒരു HTML പേജ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ പ്രൊജക്റ്റിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത് വർക്കാവില്ല. കാരണം എന്താ, നമ്മളൊരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡറിലാണ് ഈ ഇമേജസ് കൊണ്ടുവന്നിട്ടേക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡർ നമ്മളിവിടെ ലോഡ് ചെയ്തെടുക്കണം. അതിനാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മൾ ആ ഒരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള പേജ് ലോഡ് ചെയ്തെടുക്കുന്നു. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ പേജ് ലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി കേളി ബ്രേസസ് %ലോഡ് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ ലിങ്ക് ചെയ്യേണ്ടത്, ഇപ്പോൾ ഇമേജസ് അല്ലേ നമുക്ക് ലിങ്ക് ചെയ്യേണ്ടത്, ആ ഒരു ലിങ്ക് ചെയ്യുന്നതിൻ്റെ അവിടെ കേളി ബ്രേസസ് %സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ് കൊടുത്തതിന് ശേഷം സിംഗിൾ കോഡ്സിനകത്ത് ആ ഒരു സബ് ഫോൾഡറും ഫയൽ നെയിമും പറഞ്ഞു കൊടുക്കണം. ഇമേജസ് എന്നാണ് സബ് ഫോൾഡർ. അത് കഴിഞ്ഞ് അതിനകത്ത് ഫയൽ, അത് കഴിഞ്ഞ് കേളി ബ്രേസസും % നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഒരു സ്റ്റാറ്റിക് ആയിട്ട് കണക്റ്റ് ചെയ്യുന്നത്. കേളി ബ്രേസസ് %ലോഡ് സ്റ്റാറ്റിക്. നമ്മൾ ആ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡർ ലോഡ് ചെയ്തതിന് ശേഷം ഇമേജസിനകത്ത് കണക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സോഴ്സ് കേളി ബ്രേസസ് %സ്റ്റാറ്റിക്. അതിനുശേഷം സിംഗിൾ കോഡ്സിനകത്ത് ഏതാണ് സബ് ഫോൾഡർ, ആ ഫോൾഡർ നെയിമും ആ ഒരു ഇമേജിൻ്റെ പേരും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു. അതേപോലെ കേളി ബ്രേസസും % നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ഹോം പേജിലാണ് ഇമേജ് കൊടുത്തത്. നമുക്ക് ആ ഇമേജ് ഇവിടെ ലോഡായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫോൾഡറിൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫോൾഡർ എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റൈലുകൾ നമ്മളുടെ പ്രൊജക്റ്റിൽ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇമേജസ് ആയതുകൊണ്ട് ഇങ്ങനെ. ഇനിയിപ്പോൾ നിങ്ങൾ CSS ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ CSSന് ഇപ്പോൾ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം, home.html എന്ന് പറഞ്ഞ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, അപ്പോൾ register.css എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതിനകത്ത് ഇപ്പം ഞാൻ ബോഡിക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുത്തു. ഇനിയിപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് എക്സ്റ്റേണൽ CSS ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇത് നമ്മൾ നോർമലി എക്സ്റ്റേണൽ CSS കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, ഹെഡ് ടാഗിൽ ലിങ്ക് എന്ന് പറഞ്ഞ് ടാഗ് കൊടുക്കണം. ലിങ്ക് എന്ന് പറഞ്ഞ് ടാഗ് കൊടുത്തതിന് ശേഷം hrefനകത്ത് എങ്ങനെയാണ്, നമ്മൾ ആ ഒരു ഫയൽ നെയിമല്ലേ പറഞ്ഞു കൊടുക്കുന്നത്, reg.cs എന്ന് പറഞ്ഞ ഫയൽ നെയിമാണ് കൊടുക്കുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡറിൽ കൊടുത്തേക്കുന്നതുകൊണ്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡർ ലോഡ് ചെയ്യിക്കുക. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡർ ലോഡ് ചെയ്തതിന് ശേഷം കേളി ബ്രേസസ് %സ്റ്റാറ്റിക് സിംഗിൾ കോഡ്സിൽ നമ്മളുടെ ആ സബ് ഫോൾഡർ നെയിം പിന്നെ ഫയൽ നെയിം സിംഗിൾ കോഡ്സ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം കേളി ബ്രേസസ് %ഉം ക്ലോസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ CSS
ലിങ്ക് ചെയ്യുന്നത് സ്റ്റാറ്റിക് ഫോൾഡറിൽ നിന്നും. ഇതാണ് ഒരു ജാങ്കോ പ്രൊജക്റ്റിൽ ചെയ്യുന്നത്. നമ്മളിപ്പം ഇമേജസ് ആണോ ബൂട്ട് സ്ട്രാപ്പ് ആണോ എന്താണെങ്കിലും നമ്മൾ നോർമലി HTML പേജിൽ ലിങ്ക് ചെയ്യുന്നതിന് അഡീഷണലായിട്ട് സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ ഫോൾഡർ അവിടെ ലോഡ് ചെയ്യിച്ച് ആ ഒരു കണക്ഷൻ അവിടെ പറഞ്ഞു കൊടുക്കണം. ഇനി നമ്മൾ റിഫ്രഷ് ചെയ്തിട്ട് നമുക്ക് രജിസ്ട്രേഷൻ പേജിലാണ് ചെയ്തേക്കുന്നത്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറാണ് കൊടുത്തത്, അതവിടെ അപ്ലൈ. ഇങ്ങനെയാണ് സ്റ്റാറ്റിക് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് എങ്ങനെയായിരുന്നു, പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, കണക്ഷനൊക്കെ കൊടുത്തു, സെറ്റിങ്സിൽ പറഞ്ഞു കൊടുത്തു, URLസിൽ ആപ്പിന് കണക്ഷൻ കൊടുത്തു. അതിനുശേഷം എന്തായിരുന്നു, ആപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കണക്ഷൻസ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ. ആദ്യം പ്രൊജക്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ക്രിയേറ്റ് ചെയ്തിട്ട് ആപ്പ് ക്രിയേറ്റ് ചെയ്തു, സെറ്റിങ്സിൽ ഇൻസ്റ്റാൾഡ് ആപ്സിൽ ആപ്പ് പറഞ്ഞു കൊടുത്തു. പിന്നെ URLസ്, ആപ്പിൻ്റെ URLസും പ്രൊജക്റ്റിൻ്റെ URLസും തമ്മിൽ കണക്റ്റ് ചെയ്യാനായിട്ടുള്ള പാത്ത് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം പ്രൊജക്റ്റിൽ നമുക്കൊന്നും ചെയ്യാനില്ല. ആപ്പിനകത്ത് നമ്മൾ urls.py എന്ന് പറഞ്ഞ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് HTML പേജസ് കൊടുത്തിട്ട് ഓരോ HTML പേജസിനും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാത്തും അവിടെ ഒരു ഫംഗ്ഷൻ കോളിംഗ് നടക്കുന്നു. ആ ഒരു ഫംഗ്ഷൻ കോളിങ്ങിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെഫിനിഷൻ views.pyക്കകത്ത്. ഒരു പ്രൊജക്റ്റിൽ മെയിൻ ആയിട്ടുള്ള എന്ത് ഓപ്പറേഷൻസും നടക്കുന്നത് views.pyയിലാണ്. അത് എപ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ എന്ത് ഫങ്ഷൻസ് ചെയ്യണമെന്നുണ്ടെങ്കിലും views.pyക്കകത്തായിരിക്കും ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പേജസും നമ്മൾ ലോഡ് ചെയ്യിച്ചു, റെസ്പോൺസും ലോഡ് ചെയ്യിച്ചു. അതിനുശേഷം നമ്മൾ ചെയ്ത എന്താണ്, സ്റ്റാറ്റിക്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്റ്റൈലുകളും കാര്യങ്ങളും നമ്മളുടെ പ്രൊജക്റ്റിൽ എങ്ങനെ കൊടുക്കാം, അതിനായിട്ട് സ്റ്റാറ്റിക് എന്നും പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തു. അതിനകത്ത് എന്താണ് സ്റ്റൈൽ ചെയ്യുന്നത് അത് സബ് ഫോൾഡറായിട്ട് കൊടുക്കുക. ബൂട്ട് സ്ട്രാപ്പ് ആണോ, CSS ആണോ, JS ആണോ, ഇമേജസ് ആണോ, എന്താണെങ്കിലും സബ് ഫോൾഡറായിട്ട് കൊടുത്തിട്ട് അതിനകത്ത് ആയിരിക്കണം നമ്മൾ ഫയൽ കൊടുക്കാൻ. ആ ഒരു ഫയൽ നമ്മളുടെ ഓരോ HTML പേജസ്, ഇപ്പോൾ ഇമേജ് ആണെങ്കിൽ ഇമേജസിൽ നമ്മൾ നോർമൽ കൊടുക്കുന്നതിന് കൂടെ ലോഡ് ചെയ്യുക സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ പേജ്. അതിനകത്ത് പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതേപോലെ CSS ആണെന്നുണ്ടെങ്കിലും നോർമലി നമ്മൾ ലിങ്ക് ചെയ്യുന്ന പോലെ തന്നെ അഡീഷണലായിട്ട് സ്റ്റാറ്റിക് ലോഡ് ചെയ്യുക, അതിൻ്റെ ഒരു ഫോൾഡറും പറഞ്ഞു കൊടുക്കുക. ഇത്രയാണ് നോർമലി ഒരു പ്രോജക്റ്റിനകത്ത് ഉള്ളത്.